തീർത്ഥാടനത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള കാലമാണ്. അന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഒന്ന് നമ്മുടെ ഈ തീർത്ഥാടനം നടക്കുന്നത് മഹാകവി കുമാരനാശാന്റെ ദേഹവിയോഗത്തിന്റെ ശതാബ്ദി ആഘോഷമല്ല, ആചരണത്തിന്റെ ഭാഗമാണ്. ശതാബ്ദി ഏതൊരു ദേഹവിയോഗത്തിന്റെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മഹാകവി കുമാരനാശാൻ 1924 പല്ലരയിലെ റെഡീമർ ബോട്ടപകടത്തിൽ മരിച്ചത്. എല്ലാവർക്കും അറിയാലോ. അതിനൊരു നമുക്ക് അത് ആശാനെ കുറിച്ച് പറയാൻ പോയാൽ അത് തന്നെ ഇപ്പോൾ ഞാൻ പറയുന്നില്ല, അറിയാലോ എല്ലാവർക്കും. അതുകൊണ്ട് ആശാനെ കുറിച്ച് പറയുന്നത് പിന്നെ നമുക്ക് കൂടാം, അപ്പൊ നമ്മുടെ വിഷയം വരില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് ഗാന്ധിജി 1924 മാർച്ച് 12 നമ്മുടെ ശിവഗിരിയിൽ ആദ്യമായി ഗുരുദേവനെ സന്ദർശിച്ചത്. അവിടെ ഒരു ദിവസം ഗുരുവിന്റെ വൈദിക മഠത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ തിരുത്തിയതോടൊന്നും അല്ലേ സാർ, ഓർമ്മയുണ്ടോ? എന്താ സംഭവം? അവിടെ ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ദർശനം അത് ശരിയാവുമ്പോൾ നമ്മുടെ കൃഷ്ണ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടില്ലേ ചാതുവർണ്യം മായാസൃഷ്ടം എന്ന് ഈ സംസാരത്തിനിടയിൽ ഉണ്ടായി. ഗുരുദേവന്റെ ദർശനം ഇതാണല്ലോ, അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചു. അപ്പം ഗുരുദേവനോട് ഞാൻ മറുപടി കൊടുത്തത് ബഹുഭൂരിപക്ഷ ആളുകൾക്ക് അറിയാം. നേരെ ഒരു ശിഷ്യനോട് പറഞ്ഞാൽ മാവിന്റെ ഇല വെച്ച് കൊടുക്കാൻ പറയും, 4 പറിച്ചു കൊണ്ടുവന്നിട്ട് മഹാത്മാഗാന്ധിയെ കാണിച്ചു കൊടുത്തു. ഇത് 4 പേരയിൽ നമ്മുടെ 4 പേരിൽ പോലെ വ്യത്യാസമല്ലേ, ആകൃതിയിലൊക്കെ ആണ്. ഇനി 4 ഒന്ന് ഞെരടിയിട്ട് അതിന്റെ ചാറൊന്ന് രുചിക്കാൻ പറഞ്ഞു. ഗാന്ധിജി 4ന്റെ ചാറ് രുചിച്ച് വല്ല വ്യത്യാസം നോക്കിയില്ല. അപ്പൊ വെയിൽ കൊള്ളുന്നവരും കൊള്ളാത്തവരും പണിയെടുക്കുന്നവരും എടുക്കാത്തവരും തമ്മിൽ ശരീരത്തിൽ ചില പ്രത്യേക വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷേ എല്ലാം ഒന്നു തന്നെയാണ്. അവിടെ വെച്ചാണ് മഹാത്മാഗാന്ധി പോലും കൃത്യമായി മനുഷ്യൻ ഒരു ജാതിയാണ് എന്ന ദർശനം ഉൾക്കൊണ്ടത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തർക്കമുള്ളത് തർക്കം അല്ലേ, നമുക്കാരും തർക്കമില്ലല്ലോ. അപ്പൊ അങ്ങനെ മഹാത്മാഗാന്ധി വന്നതിന്റെ ശതാബ്ദി വർഷമാണ്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1924 ഗുരുദേവന്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന ലോക സർവ്വ സമ്മേളനമാണ്. ആദ്യമായിട്ട് ലോകത്ത് നടന്നതാണ്. ആദ്യം നടന്നത് ചിക്കാഗോവിലാണ്. പക്ഷെ അതിനെക്കുറിച്ച് പറയുന്നത് ശരിക്കും ഒരു സർവ്വ സമ്മേളനത്തിന്റെ ഒരു ഇതിലല്ല, ക്രിസ്തുമതത്തിന്റെ ഒരു പ്രത്യേക പ്രാധാന്യം ലോകത്തെറിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടിയതാണെന്ന് ഇപ്പൊ വിമർശകർ പറയുന്നുണ്ട്. അതിനെനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നമ്മളതിനെ കണക്കാക്കിയത് ലോക സർവ്വ സമ്മേളനമാണ്. അതിൽ വിവേകാനന്ദ സ്വാമികൾ പങ്കെടുത്തിട്ട് അതിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രവും ഈ സനാതന ധർമ്മത്തിന്റെ മഹത്തായ മൂല്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ മണിക്കൂറുകളോളം അവർ വായ്പെടുത്തിയിരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് മുമ്പ് വരെ കേട്ടതല്ല. അതും ഞാൻ എനിക്ക് പറയാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ 3 കാര്യങ്ങൾ ഇനി മറക്കില്ലാരും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നെന്താണ്, മഹാകവി കുമാരനാശാൻ ദേഹവിയോഗം ഉണ്ടായതിന്റെ ശതാബ്ദി വർഷം അത് ആചരിക്കുന്ന സമയമാണ്. പിന്നെന്താണ്, മഹാത്മാഗാന്ധി ആദ്യമായി ഗുരുദേവനെ ശിവഗിരിയിൽ വന്ന് സന്ദർശിച്ചതിന്റെ 100ാം വാർഷികമാണ്. മൂന്നാമത്തെ എന്താ പറഞ്ഞത്, 1924 ആലുവയിൽ ഗുരുദേവന്റെ നേതൃത്വത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് എഴുതി വെച്ച സമ്മേളനം അറിയാമോ? അറിയില്ലെങ്കിൽ പറയില്ല, കാരണം നമ്മുടെ വിഷയം വേറെ ആയതുകൊണ്ട് എല്ലാം കൂടി പറഞ്ഞാൽ നമുക്ക് സമയം തികയില്ലല്ലോ. പിന്നെ ഇതുപോലെ നമുക്ക് ഉടനെ പിന്നെ കൂടാം. അതായത് ഞാൻ പറഞ്ഞു കേട്ട ശേഷം ഇനിയും നമുക്ക് അങ്ങനെ പറയണം, ഞാൻ വരണം എന്നാണ് അതിന് വിരോധമില്ലാതെ ഞാൻ പറഞ്ഞത്. അതുപോലെ ഇതുപോലെ പറയാവുന്ന ആൾ ധാരാളം ഉണ്ടല്ലോ, ആരംഭിക്കാനും. അപ്പൊ പക്ഷെ എല്ലാവരുടെ സമയത്ത് പറഞ്ഞില്ല. അപ്പൊ അതാണ് ഗാന്ധിജി വന്നതിൻ്റെതും അതുപോലെ തന്നെ സർവ്വ സമ്മേളനത്തിൻ്റെതുമാണ്. പിന്നെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എന്താണ്, ശിവഗിരി തീർത്ഥാടനത്തെ കുറിച്ചാണ് അല്ലെ. അപ്പൊ ശിവഗിരി തീർത്ഥാടനം ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞ ഇദ്ദേഹല്ലേ അദ്ദേഹം അത് സൂചിപ്പിച്ചിരുന്നല്ലോ, ഗുരുദേവൻ എപ്പോഴാണ് പിന്നെ ശിവഗിരിയിലേക്ക് എത്തിയെന്നൊക്കെ പറഞ്ഞല്ലോ. 1903 ചെല്ലുന്നു. പിന്നെ 1904 മുതൽ ഗുരുദേവൻ ശിവഗിരിയിൽ ഗുരുവിന്റെ കർമ്മമണ്ഡലമാക്കുകയാണ്. ഗുരുദേവൻ അവിടെ എത്തുകയാണ്. ഈ ശിവഗിരിക്ക് തന്നെ ഒരുപാട് ശിവഗിരി കുന്നെന്ന് പറയുന്നത് അന്ന് ആൾതാമസം ഇല്ലാത്ത ഒരു മേഖലയാണ്. 3 ഭവനങ്ങളെ അവിടെ ഉള്ളൂ പ്രധാനമായിട്ടും. പക്ഷെ ഇത് താഴ്വാരം അങ്ങനെയല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഈ വർക്കല ജനാർദ്ദന ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. പിന്നെ പാപനാശിനി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഉണ്ട്. അതുകൂടാതെ നമുക്കറിയാവുന്ന ഒരു കണ്ണോമുനി ഉണ്ട്. കണ്ണോമുനി തപസ്സിരുന്ന സ്ഥലമാണ്. കണ്ണോമുനി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ശകുന്തളനെ പരിചയം? ശകുന്തള ഫറോക്കിലെ ശകുന്തളയല്ല, അത് തന്നെ. ആ ശകുന്തളയിൽ ഓർമ്മയുണ്ടോ? നമ്മൾ കാണിച്ചു തരാം. കണ്ടായിരുന്നോ? കാണുന്നില്ല. അത് പറയാം ആർക്കെങ്കിലും. ഇത് സംസാരിച്ചൂടെ? അതെന്താ സംഭവം? രാജാരോഗ്യം വരച്ചതാ അല്ലേ? ശശിയാർക്കും പറയാട്ടോ, നമുക്ക് എല്ലാവർക്കും പറയാലോ. എന്താ സംഭവം? സ്ത്രീകളല്ലേ പറയേണ്ടത്. കാലിൽ മുണ്ടുണ്ടോ നോക്കി ആരെ നോക്കിയേ? ഇങ്ങനെയാ നോക്കിയതാ. ആരെ നോക്കിയേ? അത് തന്നെ ഇവര് പറയണ്ടല്ലേ, ഇത് കിട്ടുന്നില്ല. അവർക്ക് അറിയാം അല്ലേ. ദുഷ്യന്ത മഹാരാജാവിനെ അല്ലേ നോക്കിയത്? നോട്ടം കുഴപ്പമില്ലേ? അതെ, എന്താട്ടെ. അപ്പൊ ആ കണ്ണുആശ്രമം, കണ്ണുമണി മനസ്സിലായില്ലേ? ആ കണ്ണുമണി ഇവിടെ വന്ന് തപസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഗുരുദേവൻ എത്തിയ ശേഷം ഗുരുദേവന് പർണശാലയെ കെട്ടിക്കൊടുക്കുന്ന നേരത്തെ കൊടുത്ത ഒരു കൊച്ചപ്പി വൈദ്യരാണെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ അത് ചരിത്രമാണ്. 1904 മുതൽ 8 ഗുരുദേവൻ അവിടെ എന്തൊക്കെ ചെയ്തു എന്നറിയോ? ആ സ്ഥലത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് സംസ്കൃത പാഠശാല സ്ഥാപിച്ചു. അതേപോലെ തന്നെ നിശാപാഠശാല സ്ഥാപിച്ചു. പിന്നൊന്ന് നെയ്ത്തുശാല സ്ഥാപിച്ചു. അതുപോലെ തന്നെ അഷ്ടാംഗ ഹൃദയ പാഠശാല. നോക്കൂ, അക്കാലത്ത്
എന്താണ് ഏതാണ്ട് 112 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ 115ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അന്നത്തെ ഒരു ജനസമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് മോചിപ്പിക്കുന്നതിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഒന്ന് ആലോചിക്കുക. ഭഗവാന്റെ ദീർഘദർശനം എത്രയായിരുന്നു? എന്തൊക്കെയാ സ്ഥാപിച്ചു കൊടുത്തത്? സംസ്കൃത പാഠശാല. കാരണം നമുക്ക് ഇവിടെ പറഞ്ഞല്ലോ, അന്ന് നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു. നമുക്കെന്നല്ല പൊതുവെ സമൂഹത്തിൽ ഉയർന്നവരെന്ന് വിചാരിക്കുന്നവരൊഴികെ അവരും പഠിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഒരു ആവശ്യം തോന്നിയില്ല. അപ്പോൾ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം എന്ന്, വിദ്യ കൊണ്ടാണ് പ്രബുദ്ധരാവേണ്ടത്, വിദ്യ കൊണ്ടാണ് സ്വതന്ത്രരാവേണ്ടത്, വിദ്യ കൊണ്ടാണ് സകലതും നേടേണ്ടത് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. ശ്രീനാരായണ ഗുരുദേവൻ അവതരിച്ചത് തന്നെ ഈ അറിവ് എന്ന് പറയുന്ന ആയുധം ജനങ്ങൾക്ക് നൽകി അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ വിശദാംശങ്ങൾ ഒരുപാട് പോകുമ്പോൾ നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത്ര ദീർഘമായി അതിനെ ഓരോന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയാ സ്ഥാപിച്ച് നോക്കണം. സംസ്കൃത പാഠശാല വിദ്യാഭ്യാസം നൽകാനാണ്. പിന്നെ നിശ പാഠശാല, അതെന്തിനായിരിക്കും? നിശ രാത്രിയില്ല, അതല്ല പകല് കൂലിപ്പണിക്ക് പോകുന്ന അല്ലേ? പകല് പണിക്ക് പോകുന്നവർക്ക് പകല് പഠിക്കാനോ അവസരമൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവിടെ താമസിച്ച് പഠിക്കണം. അങ്ങനെ ചെയ്തു. നെയ്ത്ത് എന്തിനാണ്? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കേട്ടില്ലേ? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇല്ലേ? ഏതാത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഒരു വിഷയം പഠിക്കുന്നതിനോടൊപ്പം തൊഴിലും കൂടി പഠിച്ചാൽ അതൊരു വരുമാനം കൂടിയാവുമല്ലോ. അങ്ങനെയുള്ള വിദ്യാഭ്യാസ പദ്ധതി അന്നേ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഗവൺമെന്റ് നടപ്പിലാക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന ചികിത്സ ആയുർവേദവുമായി ബന്ധപ്പെട്ട് അതൊക്കെ പഠിപ്പിച്ചിരുന്നുള്ളതാണ്. അതിനൊക്കെ സ്ഥാപനം ഉണ്ടാക്കി. അവിടെ മാത്രമല്ല, അതുപോലെ തന്നെ ആലുവയിൽ വിദ്യാലയം സ്ഥാപിച്ചു. അതുപോലെ അരുവിപ്പുറത്തല്ലേ ആദ്യം ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയത് അല്ലേ? ആണോ? അവിടെ എഴുതി വെച്ചതാണ് നേരത്തെ സാറ് ചൊല്ലിയത്. സാറ് ചൊല്ലിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇവരെ കൂട്ടത്തിൽ വിളിക്കുമ്പോൾ അല്ലേ? അതിനേക്കാളും ഉന്നതമായ പേര് വിളിക്കേണ്ടതാണ്. അപ്പൊ ഏതായാലും തന്നെ തൽക്കാലം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മക്കുറവുണ്ടോ? ശ്രീനാരായണ ഗുരുദേവൻ ആദ്യത്തെ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാന്ന് പറഞ്ഞത്? അവര് പറയുന്നില്ല. ഭാര്യയുടെ കുട്ടി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. ഒരു മിണ്ടുന്നില്ല. നിങ്ങൾ സംസാരിക്കൂലേ? അതുണ്ടായിരിക്കുന്നത് എന്നെ കണ്ടാക്കാൻ കുഴപ്പമുണ്ടാവും. അതൊന്നുമില്ല, സംസാരിക്കണം കേട്ടോ. അപ്പൊ 1888 അരുവിപ്പുറത്താണ് ആദ്യമായി ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി. ശിവപ്രതിഷ്ഠ നടത്തി അറിയാലോ അല്ലെ? അവിടെ എഴുതി വെച്ചാണ് നേരത്തെ പറഞ്ഞ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വജനത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നാണ് എഴുതിയത്. അപ്പൊ അവിടെയും വിദ്യാലയം ഉണ്ടാക്കി. അതുപോലെ നമ്മുടെ മറ്റു സ്ഥലങ്ങളിലെല്ലാം ഗുരുദേവൻ നേരിട്ട് 52 പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ ശിഷ്യന്മാരും അതുപോലെ തന്നെ SNDP ഒക്കെ ആളുകളൊക്കെ ചേർന്ന് കൂടുതൽ ക്ഷേത്രങ്ങൾ വേറെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ ഗുരുദേവൻ നേരിട്ട് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രം ഉണ്ടല്ലോ അല്ലേ? അല്ലേ? എല്ലാവരും പോയിട്ടുണ്ടോ? ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രം, കാശിയാർ ജഗന്നാഥ ക്ഷേത്രം എല്ലാം അറിയാലോ. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ അവിടെ എല്ലാം ഇതുപോലെ തന്നെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് ഗുരുദേവൻ നേതൃത്വം നൽകുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ഈ ചുരുക്കി പറയാവുന്ന എല്ലാം പറയുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ ശാരദാദേവിയുടെ പ്രതിഷ്ഠയിലേക്ക് കിടക്കാം. അത് തൽക്കാലം അത് മതി. അപ്പൊ ഏകദേശം ശിവയെ കുറിച്ച് മനസ്സിലായല്ലോ. ഗുരുദേവൻ അവിടെ പ്രവർത്തന മേഖലയാക്കി ഈ മനുഷ്യരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ആരംഭിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് 1912 ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ വളരെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണ്. അത് ശാരദാദേവിയുടെ പ്രതിഷ്ഠയാണ്. കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ശാരദാദേവിയുടെ പ്രതിഷ്ഠ. നമ്മളിപ്പോ പറയുന്ന ശിവഗിരി തീർത്ഥാടനം നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ 1928 ഗുരുദേവൻ കോട്ടയത്ത് നാഗമ്പടം ക്ഷേത്രത്തിലെ തേന്മാവിൻ ചോട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് TK കിട്ടൻ റൈറ്ററും അതുപോലെ തന്നെ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരുടെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ ചെന്നിട്ട് ശിവഗിരി നമുക്കൊരു തീർത്ഥാടന കേന്ദ്രമായി ഭഗവാനെ കൽപ്പിച്ചനുഗ്രഹിച്ച് തരണം എന്ന് പറയുന്നത്. അപ്പൊ ഉടനെ തന്നെ പറഞ്ഞ മറുപടി അത് കേട്ടിട്ട് എല്ലാവരും വിശ്വസിക്കുമെന്നൊക്കെ കുറെ സംഭാഷണമുണ്ട്. എന്നിട്ട് പറഞ്ഞത് വളരെ നല്ല കാര്യം, അവിടെ ശാരദയെ നിങ്ങൾക്ക് തൊഴാം, ശാരദയെ വണങ്ങാം, കുഴൽ വെള്ളത്തിൽ കുളിക്കാമെന്നാണ്. എന്തായിരിക്കും അതിന്റെ പ്രാധാന്യം? ഈ ശാരദയെ വണങ്ങാം, കുഴൽ വെള്ളത്തിൽ കുളിക്കാന്ന് പറയാൻ കാരണം മനസ്സിലായോ? ഒന്ന് ശാരദാദേവിയുടെ ആയിരിക്കും. കുഴൽ വെള്ളത്തിൽ കുളിക്കാന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് കുളിക്കാൻ തന്നെ സ്ഥലമില്ലേ? പൊതുസ്ഥലത്ത് എവിടെയെങ്കിലും ഈ ഒരു വിഭാഗത്തിൽ കുളിക്കാൻ കഴിയുമോ? നമ്മളിപ്പോ ജാതി വ്യത്യാസത്തിന്റെ കാര്യം പറയണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയാത്തത്. കാരണം കാലം മാറിയും പിന്നെയും ഇത് പറയുന്നതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു വിഷയം പറയുമ്പോൾ അന്നത്തെ പറയുമ്പോൾ നമുക്ക് അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. മനസ്സിലായി പറഞ്ഞത്? അക്കാലത്ത് നമുക്ക് പൊതുസ്ഥലങ്ങളിൽ കിണറ്റിൽ നിന്ന് കുളത്തിൽ നിന്ന് കുളിക്കാൻ പറ്റുമോ? തോട്ടിൽ കുളിക്കാൻ പറ്റുമോ? എവിടെയും പറ്റത്തില്ല. അപ്പൊ അത് പൊതു കുളി, അതിന് കുളി സംഘങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഗുരുദേവന്റെ കാലത്ത്. അതിനൊക്കെ പ്രത്യേക സംവിധാനങ്ങൾ ഇരിക്കുന്നു. പൊതുവായി കുളിക്കാനുള്ള അവസരമൊക്കെ ഗുരുദേവൻ ഉണ്ടാക്കിയിരുന്നു അന്ന്. അങ്ങനെ അപ്പൊ ഇതുപോലെ എല്ലാവർക്കും തന്നെ ഒത്ത് പൊതുവായ ഒരു കുളിക്കാനുള്ള ഒരു ഇടമൊക്കെ ഉണ്ടാക്കി തന്നതൊക്കെയാണ് അതിന് പിന്നിലുള്ളത്. ഏതായിരുന്നാലും ഇവിടെ ഗുരുദേവൻ ഈ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് 1912 മെയ് 1-ാം തീയതിയാണ്.
അതുപോലെ 1087 മേടം 18 ചിത്ര പൗർണമി നാളിലാണ് ശാരദാദേവിയെ പ്രതിഷ്ഠിക്കുന്നത്. ആ ശാരദാദേവിയുടെ പ്രതിഷ്ഠാകർമ്മം നടക്കുമ്പോൾ അതിന്റെ നമ്മളിപ്പോ ഒരു പ്രതിഷ്ഠാകർമ്മം നടക്കാൻ അതിന് കമ്മിറ്റി ഉണ്ടാവില്ലേ? അല്ലെ, അമ്പലത്തിൽ നിങ്ങൾക്ക് കമ്മിറ്റി ഉണ്ടാവില്ലേ? അമ്പലത്തിൽ പ്രതിഷ്ഠാകർമ്മ ഉത്സവത്തിന് അപ്പൊ അതിന് കമ്മിറ്റി ഉണ്ടാവില്ല. ആ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സംഘാടക സമിതിയുടെ ചെയർമാൻ നമുക്ക് അഭിമാനം നൽകുന്നതാണ് ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പു ആരാണെന്നറിയാമോ? ഡോക്ടർ പൽപ്പിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അവർക്ക് എല്ലാവർക്കും അറിയാൻ, ആർക്കെങ്കിലും അറിയാത്തുണ്ടോ? ഡോക്ടർ പൽപ്പിനെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് അത് 2-3 മണിക്കൂർ പറഞ്ഞാലേ പൂർണ്ണമാവുള്ളൂ. ചുരുക്കം പറയാം, SNDP യോഗം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വെച്ചാൽ SNDP യോഗത്തിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റുമാണ്. അത്രയൊക്കെ പറഞ്ഞാൽ പോരെ, ബാക്കി പിന്നെ പറയാം. അതേപോലെ തന്നെ അടുത്ത ഇള കേൾക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി രോമാഞ്ചം ഉണ്ടാകും. അതിന്റെ അന്നത്തെ കൺവീനർ അഥവാ ജനറൽ കൺവീനറായി പ്രവർത്തിച്ചത് മഹാകവി കുമാരനാശാനാണ്. നമ്മളിപ്പോ ദേഹവിയോഗത്തിന്റെ ശതാബ്ദി ആചരിക്കുന്ന ലോകം കണ്ടിട്ടുള്ള വെച്ച ഏറ്റവും ശ്രേഷ്ഠനായ കവി. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ സാറ് പറഞ്ഞതുപോലെ വായിച്ചു. എന്താ വായിച്ചെന്നറിയാമോ? ഈ നോബൽ സമ്മാന കമ്മിറ്റിക്കാര്, നോബൽ സമ്മാനമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ ചങ്ങാതി ഉണ്ടല്ലോ, രവീന്ദ്രനാഥ് ടാഗോർ, മഹാനായ രവീന്ദ്രനാഥ് ടാഗോർ അല്ലേ, ഏഷ്യയിലേക്ക് ഒരൊറ്റ കൃതി കൊണ്ട് ആദ്യത്തെ നോബൽ സമ്മാനം കൊടുത്തില്ലേ? ഗീതാഞ്ജലി അല്ലേ സഹോദരി? ആണോ? അപ്പൊ അതുപോലെ കുമാരനാശാന്റെ കൃതികൾ അവർ കണ്ടിരുന്നെങ്കിൽ കുമാരനാശാൻ അതിന് മുന്നേ എന്ത് കിട്ടുമായിരുന്നു? നോബൽ സമ്മാനം കിട്ടുമായിരുന്നു. അത് വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയും. പക്ഷെ ഇപ്പൊ അതും നമ്മുടെ സമയം അതിനല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുമാരനാശാൻ അതിന് ജനറൽ സെക്രട്ടറി ആയിരുന്നു ചോദിക്കുകയും അതാണ് അതിന് പ്രത്യേകത. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ ദീർഘവീക്ഷണവും അന്നത്തെ കാലഘട്ടത്തിലെ അവിടെ വരുന്ന ജനസമൂഹത്തിന് എന്തെല്ലാം തരത്തിലുള്ള അവശതകളും പിന്നോക്കാവസ്ഥയും പ്രശ്നങ്ങളും അവസര നിഷേധവും ഉണ്ടെങ്കിൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് എത്ര ഗംഭീരമായി കാണുന്നറിയാമോ ആ പ്രതിഷ്ഠാകരണം നടത്തിയത്. അതിന് നടത്തിയതിലെ ഗുരുദേവൻ നിശ്ചയിച്ചതിൽ ഉണ്ടായിരുന്ന കലാ സാഹിത്യ അതുപോലെ തന്നെ കായിക പരിപാടികൾ നടത്തിയിട്ടാണ് നമ്മളെ ഇന്ന് ഗംഭീരമായിട്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാക്ഷേത്രത്തിലോ 7 ദിവസം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന്റെ അതിഗംഭീര്യത്തോടു കൂടി അതിഗംഭീരമായ വളരെ പ്രസക്തമായ പ്രധാന പരിപാടികളൊക്കെ അന്ന് 112 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ നടത്തി എന്ന് പറഞ്ഞാൽ ആ ഭഗവാനെ നരസിക്കുകയും എത്ര വലിയ ദീർഘദർശനം ചെയ്തിരിക്കുന്നു നോക്കണം. അതിലൊന്ന് ഞാൻ പറയാം, ഹരികഥാ കാലക്ഷേമം പരിപാടിയാണ്. പിന്നെ മറ്റൊന്ന് സംഗീത പരിപാടി. സംഗീത പരിപാടി അറിയില്ലയോ? അത് നിങ്ങൾക്ക് പാടാൻ അറിയാം, എനിക്കറിയാം. മറ്റൊന്ന് എന്താണ്, നാടൻ ഭജന. പിന്നൊന്ന് ഉപകരണ സംഗീതം. ഇതൊന്ന് അവതരിപ്പിക്കുന്നത് ഓട്ടംതുള്ളൽ. പിന്നെ കഥകളി, നാടകം, സിനിമാറ്റോഗ്രാഫി, വിദ്യാർത്ഥി സമ്മേളനം, അതുപോലെ തന്നെ വനിതകളുടെ സ്ത്രീകളുടെ സമാജത സമ്മേളനം. അത് അന്നെന്ന് പറഞ്ഞ വിദ്യാർത്ഥി സമ്മേളനം, സ്ത്രീകളുടെ സമ്മേളനം. അപ്പൊ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി ഗുരുദേവൻ എത്ര പ്രാധാന്യം കൊടുത്തിരുന്നു സമത്വത്തിന് വേണ്ടി ആലോചിക്കുക എന്നാണ് 112 വർഷം മുമ്പ് ഒരു പ്രതിഷ്ഠാകർമ്മത്തിന്റെ ഭാഗമായി ഇപ്പോഴും ഇങ്ങനെ സമ്മേളനം നടക്കാറുണ്ടോ? ഇതുപോലുള്ള വിദ്യാർത്ഥി സമ്മേളനം, സ്ത്രീകളുടെ സമ്മേളനമൊക്കെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ നടക്കാറുണ്ടോ? കലാപരിപാടി നടക്കുന്നുള്ളൂ അല്ലേ? ഇതൊക്കെ അത്ര അപൂർവം. ചില നല്ല കാഴ്ചപ്പാടുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ് ചിലപ്പോൾ എന്താവും നമ്മുടെ ശ്രീ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആധ്യാത്മിക രംഗത്തെ പ്രവർത്തിക്കുന്ന ചിലപ്പോൾ ഉണ്ടാവും. അത് നല്ലതാണ്. അല്ലെങ്കിൽ എന്താ നടത്തുന്നത്? കോമഡി ഷോ അല്ലേ, ഗാനമേള തീരുമ്പോഴത്തേക്ക് കസേരയിൽ അടിച്ചുപിടിച്ചിട്ട് പോകും. അത് തന്നെ അത് തന്നെ. ഇനി അത് നമ്മള് ക്ഷേത്രത്തിൽ ഇതുപോലെ മ്യൂസിക് കൂടുമ്പോ നമുക്ക് ഗാനമേള വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളെല്ലാം കൂടി പ്രശ്നമാക്കും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു കരിയും വേണ്ട, 2 കരിയും വേണ്ട അല്ലേ? ഏതാ കരി വരുന്നു, ആനയും വേണ്ട. എന്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ള അമ്പലത്തിൽ ഇതുപോലെ മുതിർന്നവരെല്ലാം തീരുമാനിച്ച് വെറുതെ ജനക്കൂട്ടത്തിനിടയിൽ ആന കൊണ്ടുവരണ്ടാവും. അപ്പൊ അമ്പല കമ്മിറ്റിയോട് ചോദിക്കാതെ തന്നെ അവര് റോഡിൽ കൂടി ആന കൊണ്ടുവരുന്നില്ലേ ഈ ഘോഷയാത്രയ്ക്ക്. അവരുടെ ചെറുപ്പക്കാരെങ്ങനെ അതുപോലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏതായിരുന്നാലും ശ്രീനാരായണ ഗുരുദേവൻ അവിടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത് ശാരദാദേവി പ്രതിഷ്ഠിക്കുകയാണ്. ഈ പ്രതിഷ്ഠ പഞ്ചലോഹ വിഗ്രഹമാണ്. ഈ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കുന്നതിൽ ഏൽപ്പിച്ചത് തിരുവനന്തപുരത്ത് പേട്ടയിലെ മീനാക്ഷി അമ്മയുടെ തോപ്പിൽ ഭവനത്തിലാണ്. പറ്റുമെങ്കിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ പുസ്തകം കിട്ടും, പിന്നെ ഓർത്താൽ മതി. ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അങ്ങനെ പറഞ്ഞത് നമ്മൾ ആദ്യം കേൾക്കുന്നതും അല്ലെ കേട്ടിട്ട് വായിക്കുന്നതും ഓർത്തിരിക്കുന്നതിന് എളുപ്പമുള്ളതാണെന്ന് അറിയാലോ. അപ്പൊ തോപ്പിൽ ഭവനം ആരുടെയാണെന്ന് അറിയാമോ? തോപ്പിൽ ഭവനം ഡോക്ടർ പൽപ്പുവിന്റെ കുടുംബ ഭവനമാണ്. അവിടെ ആരുടെ വീട്ടിലായത് വെച്ചത്, ഇത് നിർമ്മിക്കാൻ തീരുമാനിച്ചത് മീനാക്ഷി അമ്മയുടെ വീടാണ്. അപ്പൊ ഈ മീനാക്ഷി അമ്മ ആരാണ്? മീനാക്ഷി അമ്മ അക്കാലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ഭക്തരിൽ ഏറ്റവും ഉത്തമയായ ഭക്ത. അപ്പൊ ആ ഭവനത്തിൽ ഏറ്റവും ശുദ്ധിയും ഭക്തിയും നിറഞ്ഞതുകൊണ്ട് ഭഗവാൻ എന്ത് പറഞ്ഞു? നമ്മുടെ പ്രതിഷ്ഠയുടെ പഞ്ചലോഹ പ്രതിഷ്ഠ എവിടെ ഉണ്ടാക്കണം? തോപ്പിൽ ഭവനത്തിൽ മീനാക്ഷി അമ്മയുടെ ഭവനത്തിൽ വെച്ച് നിർമ്മിക്കണം. അങ്ങനെ നിർമ്മാണം പൂർത്തിയായി ഗുരുദേവൻ കണ്ടില്ലേ?
അപ്പൊ എന്താ ഇത് അങ്ങനെ കിട്ടിയാൽ നങ്ങയെ പോലെ ഉണ്ടല്ലോ. എന്താ അതിന്റെ അർത്ഥം? വിചാരിച്ചതുപോലെ ദേവിയുടെ ലക്ഷണം മൊത്തതായില്ല എന്നല്ലേ മനസ്സിലാവുന്നത്. ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ആ പ്രതിമ ഉടച്ചു വാർത്ത് ഏറ്റവും ലക്ഷണമൊത്ത ചൈതന്യധന്യമായ അതിമനോഹരമായ ശാരദാദേവിയുടെ വിഗ്രഹം പൂർത്തിയായി. അങ്ങനെ ആ വിഗ്രഹം പൂർത്തിയാക്കി കൊണ്ടുവന്നിട്ടാണ് ഗുരു അവിടെ പ്രതിഷ്ഠിച്ചത്. ഈ പ്രതിഷ്ഠാകർമ്മ സമയത്ത് അഷ്ടബന്ധം ഉപയോഗിച്ചിട്ടാണ് ഈ പീഠത്തിൽ ഉറപ്പിക്കുന്നത്. ആ അഷ്ടബന്ധം ചൂടോടെ വാരി ആ പ്രതിഷ്ഠ ഉറപ്പിച്ചതിന്റെ ഭഗവാന്റെ 10 വിരലുകൾ, ശ്രീനാരായണ ഗുരുദേവന്റെ 10 വിരലുകളും ഇപ്പൊ നമ്മുടെ ശിവഗിരിയിലുള്ള ശാരദാമഠത്തിലെ ആ പ്രതിഷ്ഠയുടെ പീഠത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ ഈ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരിട്ട് ചിലപ്പോൾ അത് കണ്ടു മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാവും. ദൂരത്തല്ല നമ്മൾ തൊഴുന്നത്. അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രതിഷ്ഠാകർമ്മമാണ് നിർവഹിച്ചിട്ടുള്ളത്. അവിടെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് ശാരദാദേവിയാണ്. അറിവ് ആകാരം പൂണ്ട മൂർത്തി, അല്ലെ അനാദിയായി നിന്ന് പ്രകാശിക്കുന്ന പരബ്രഹ്മ സ്വരൂപിണിയാണ്, അല്ലെങ്കിൽ ജഗന്മാതാവാണ്, അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശാരദാദേവി എന്ന് പറഞ്ഞ വിദ്യാദേവതയല്ലേ, അല്ലെ. ശാരദാദേവി ആരാണ്? അറിവ് ആകാരം കൂടാന്ന് പറഞ്ഞ വിദ്യാദേവതയല്ലേ. അപ്പൊ നമുക്ക് സഹോദരി സഹോദരന്മാരെ ഈ വിദ്യാദേവതയെ പരിചയം വേറൊരു ദേവത ഉണ്ടല്ലോ, വിദ്യാദേവത സരസ്വതി. ഈ സരസ്വതി ദേവിയെ ഇപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ. നമുക്ക് എളുപ്പം ഓർക്കാൻ കഴിഞ്ഞിട്ട് തക്കാൻ വേണ്ടി കലണ്ടർ ഉണ്ടെങ്കിലാണ്. അപ്പൊ ദേവിയെ നോക്കിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ഞാൻ കാണുന്നത് ഞാൻ പറയാം. ദേവി താമരപ്പൂലായിരിക്കുന്നത് ആണോ? നോക്കുന്നില്ലേ? മനസ്സിലുണ്ടല്ലോ. പിന്നെ ദേവിയുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടല്ലോ, ഒരു കയ്യിൽ ഒരു മാല കാണുന്നുണ്ട്, കണ്ടോ? ചോദിച്ചു സംശയമുള്ളവർക്ക് വീട്ടിൽ പോയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ദേവിയെ കിട്ടും കേട്ടോ. ഇപ്പൊ നേരത്തെ ആയിരുന്നെങ്കിൽ നിങ്ങളെ സഹോദര താങ്കളെ പോലുള്ള വ്യവസായികൾ നല്ല കണ്ടുപിടിച്ചു തരാം. ഇപ്പൊ എന്താ തകട്ടെ? ശരിയല്ലേ? അങ്ങനല്ല കേട്ടോ, തുണിക്കച്ചവടക്കാരെ കിട്ടാറില്ലായിരുന്നോ? ശരിയല്ലായിരുന്നു? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ലേ? ഈ ദേവീ ദേവന്മാരുടെ ക്രിസ്ത്യൻ മേഖലയാണ് അവരുടേത്. നമ്മുടെ മേഖലയാണെങ്കിൽ നമുക്കതെല്ലാം നല്ല മനോഹരമായിട്ട് ചെറു സന്തോഷമായിട്ട് നോക്കാം. എപ്പോഴും കിട്ടുന്നില്ല. അതെന്താണ് അങ്ങനെ? അതുകൊണ്ട് ആ കലണ്ടറിലേക്ക് വരും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു കയ്യിൽ അക്ഷരമാല കണ്ടോ? ദേവിയുടെ കയ്യിൽ അറിയാലല്ലേ. ഒരു കയ്യിൽ പുസ്തകല്ലേ, ഒരു കയ്യിൽ വീണയുണ്ടല്ലേ. പിന്നെന്താണ്? അടുത്തൊരു മയിൽ നിൽക്കുന്നുണ്ടോ? സൂക്ഷിച്ചു കണ്ടില്ലേ? അരയനുണ്ടോ? ഉണ്ടല്ലോ. അതിനൊക്കെ ഓരോന്നും അർത്ഥമുണ്ട്. ഈ ദേവീ ദേവന്മാരൊക്കെ തന്നെയും ഇങ്ങനെ രൂപം ധരിച്ചിരിക്കുന്നതും നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ചിത്തശുദ്ധി വരുത്തി, അതായത് ത്രികരണ ശുദ്ധി, അല്ലെ ത്രികരണം, നമ്മുടെ ഈ എന്താണ് ചിന്തയും വാക്കും പ്രവൃത്തിയും അത് ശുദ്ധമാക്കിയാൽ അത് ശുദ്ധ മനസ്സുണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെ ശുദ്ധീകരിച്ച് നമ്മളെ ദൈവത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചൂണ്ടുപലകകളാണ് ഓരോന്നും. അതും ഇപ്പൊ സരസ്വതി ദേവിയുടേത് മുഴുവൻ ഞാൻ പറയുന്നത് നമ്മുടെ വിഷയത്തില്ല. പക്ഷെ സരസ്വതിയുടെ കയ്യിലുള്ളത് ഇതിനെ പറഞ്ഞിട്ടൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ കയ്യിലുള്ളത് അക്ഷരമാല, പുസ്തകം, വീണ, പിന്നെ കൂടുതലുള്ളത് അരയന്നമ്മയിൽ. ഇത്ര ഉറപ്പാണല്ലോ. അപ്പോ അതിലെ വീണ മാത്രം ഒന്ന് പറയാം. ഒരു പക്ഷെ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അറിയാവുന്നവർ ക്ഷമിക്കണം വീണ്ടും പറയുന്നത്. ഈ വീണയ്ക്ക് ഒരു പേരുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? അറിയത്തില്ല, അത് കുറ്റമൊന്നുമല്ല. ഞാനത് നോക്കിയിട്ടുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ എടുക്കണം. നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ലല്ലോ, അല്ലെ? അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. നമ്മളെല്ലാം ഒരേപോലെ ആളുകളാണ്. അപ്പൊ ആ വീണയുടെ പേര് കച്ചപി എന്നാണ്. ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും മറക്കരുത്. എന്താ പേര്? കച്ചപി. കച്ചപിക്ക് അർത്ഥം സംസ്കൃതത്തിൽ ആമ എന്നാണ്, പെണ്ണാമ. അതെന്തിനായിരിക്കും ദേവി ആമ എന്ന പേര് കൊടുത്ത് ഒരു വീണ കൈവച്ചത്? വേറെ എന്തെല്ലാം പേര് കൊടുത്തത്? എന്തോ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഊഹിച്ച് പറയാമോ എന്തായിരിക്കും? നമ്മളിങ്ങനെ ചിന്തിച്ചാൽ കിട്ടും. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ 2 മണിക്കൂർ വെറുതെ ധ്യാനിച്ചാൽ നമുക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടില്ലേ? സാർ ശരിയാണെങ്കിലും സത്യം പറയാം. ഇപ്പൊ ഇന്ന് ഇവിടെ സാർ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് നേരത്തെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ഇന്നലെ രാത്രി എന്ത് ചെയ്യും? 2 മണിക്കൂർ എന്തൊക്കെയാ പറയുന്നത് ആലോചിക്കില്ല. അപ്പൊ നമുക്ക് പുതിയ ആശയങ്ങൾ പോയില്ലോ. ഇത് തന്നെയാണ് ഇപ്പോൾ ധ്യാനം എന്ന് പറയുന്നത്. അത് പറഞ്ഞ ഗാഠമായി നമ്മൾ അങ്ങനെ ഉപാസന പൂർത്തിയാക്കി പോകുമ്പോൾ അത് സെറ്റ് കിട്ടും അവിടെ. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പറയുന്നില്ല. വീണയുടെ പ്രത്യേകത എന്താ പറയാം? സോറി, ആമയുടെ പ്രത്യേകത. ആമ എന്ന് പേര് കൊടുത്തതിന്റെ പ്രത്യേകത. ആമയുടെ പ്രത്യേകത എന്താ? അതിന്റെ കാര്യമുണ്ട്. ആമയ്ക്ക് മാത്രമുള്ള പ്രത്യേകത എന്താ? നമുക്ക് ആർക്കും പറ്റാത്തൊരു കഴിവ് ആമയ്ക്കുണ്ട്. കുട്ടി പറയൂ. കുട്ടിക്കറിയാം? ആർക്കും അറിയാം? ഒരു ക്ലൂ പറഞ്ഞാൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. വെറുതെ പറഞ്ഞ നിങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെ പറയാം. അറിയാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകണം. തെറ്റിയാലെന്താ? നമ്മളെല്ലാവരും കുടുംബം പറഞ്ഞില്ലേ? അപ്പൊ ആമയ്ക്ക് മാത്രം ഒരു കഴിവുണ്ട്. വേണ്ടപ്പോൾ തല പുറത്തേക്ക് ഇടാനും വേണ്ടാത്ത ഭാഗത്തേക്ക് വലിച്ചു വെക്കാനും കഴിവുണ്ട്, അല്ലേ? എന്തായാലും അർത്ഥം മനസ്സിലായോ? വേണ്ടതിലും വേണ്ടാത്തതിലും പോയി തലയിടരുത്. ശരിയല്ലേ?
അതാണ് കാള പറ്റുമെന്ന് കേട്ട്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇല്ലേ ഈശോ അത് വേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവര്? സത്യം പറ, ഇടയ്ക്കിടയ്ക്ക് സത്യം പറയുന്നത് കുഴപ്പമില്ല. സത്യം പറയാൻ പറ്റാത്തവർ ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ പറയും ഓക്കെ അല്ലേ? അത് തന്ത്രമാണ്. അത് സത്യം പറയാൻ പറ്റാതെ വരുമ്പോ മിണ്ടാതിരിക്കണം, നോണ പറയരുത്. പറ്റുവാ? സത്യമേന ചെയ്ത് കഴിഞ്ഞാൽ അതിന് തപ്പുണ്ടോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? അതിന് വിശദീകരണം പിന്നെ പറയാനുണ്ട്. സരസ്വതി ദേവിയുടെ മുഴുവൻ അങ്ങനെ ഒത്തിരി പറയാനുണ്ട്. അതിലൊന്നും മനസ്സിലായോ? ആമയുടെ ഇത്ര മനസ്സിലായോ? എന്താണ്? വേണ്ടതിലും വേണ്ടാത്തതിൽ നിന്ന് തലയിടരുത്. ആമയ്ക്ക് ചേർത്തിയ ഒരു ബുദ്ധി ഉണ്ടല്ലോ. അതെന്ത് ബുദ്ധിയാ സാറേ? ആമയോട് ചേർത്തിയ ഒരു ബുദ്ധി പറയുന്നത് വേറെ പറഞ്ഞാൽ സമ്മാനം കിട്ടില്ല, സമ്മാനം കിട്ടത്തില്ല. അതന്നെ. അപ്പൊ മനുഷ്യന്റെ ജീവിത വിജയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം എന്താ? പൂർവ്വ ബുദ്ധി. നല്ലവണ്ണം ആലോചിക്കാതെ ഒരു കാര്യത്തിനോ എടുത്തു ചാടരുത് എന്നാണ്. മനസ്സിലായോ? ഒക്കെ മനസ്സിലായി. അത് തന്നെ പറയാം. അപ്പൊ ശശിയേട്ടനൊന്നും ആലോചിക്കോളി. ചേട്ടൻ പറയും നോട്ടീസ് പേര് മറന്നാളെ നോക്കി പറഞ്ഞോ. നിങ്ങളെല്ലാരും ഒരുപോലെ തന്നെ ആയിരിക്കും അല്ലെ? അവരെല്ലാം നമുക്കെല്ലാം തുല്യ മാഷൊക്കെ തന്നെ. അപ്പൊ എന്താണ് അദ്ദേഹം എന്തുകൊണ്ടാണ് വിജയിച്ചത്? ഏത് കാര്യത്തിനും നല്ലോണം ആലോചിച്ചിട്ടല്ലേ? അതിനൊക്കെ ഉദാഹരണങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല, നേരല്ല. അപ്പൊ ഒന്ന് മനസ്സിലായോ? അതുപോലെ അരയണത്തിന്റെ ഇതൊക്കെ ഉണ്ട്. അരയണ എന്താ പറയാ? വകതിരുവ പഠിപ്പിക്കുന്നത്. പാലും വെള്ളവും ചേർത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അരയണ എന്ത് ചെയ്യുന്ന അറിയാമല്ലോ അല്ലേ? അത് അറിയില്ലേ? പാല് മാത്രം കുടിക്കും, വെള്ളം മാറ്റി വെക്കും. ശരിയാണോ? സംശയങ്ങളൊക്കെ തെളിയിക്കാനുള്ള ഇതൊക്കെ എന്റെ അടുത്തുണ്ട്. പക്ഷെ അതൊന്നും വിഷയം അതിൽ വരുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ സമയം തെറ്റിപ്പോകും. അങ്ങനെ ഒരുപാട് കഴിവുണ്ട്. അതുപോലെ മയിൽ എന്തിനാ നിൽക്കുന്ന അറിയാം? ഇക്കാലത്ത് രണ്ട് കണ്ണുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ പറയാൻ? പുറകിൽ കണ്ടു വേണം അല്ലേ? മക്കളുടെയൊക്കെ തലയിൽ CCTV വെച്ച് വിടേണ്ട സമയം. ശരിയല്ലേ? ഇതൊക്കെ എങ്ങനെയാ പോകണമെന്ന് കേട്ടാ ചിരിക്കുന്നത് സത്യം പറഞ്ഞിട്ട്. ശരിയല്ലേ? അപ്പൊ മയിൽ എത്ര കണ്ണുണ്ട്? വിരിച്ചൊക്കെ നിൽക്കുന്നുണ്ടല്ലേ? ഇക്കാലത്ത് കുറച്ചൊന്നും പോരാ. മുന്നിലും പുറകിലും മാത്രമല്ല, ധാരാളം കണ്ണ്, അതായത് നല്ല നമുക്ക് ചുറ്റും കണ്ണുകൾ ഉണ്ടെങ്കിൽ അബദ്ധത്തിൽ പെടാതിരിക്കുന്നുള്ളതല്ലേ? അങ്ങനെ ഒത്തിരി ആശയങ്ങൾ കേട്ടോ. തൽക്കാലം അത്ര അവിടെ നിൽക്കട്ടെ. അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് കൂടാലോ. അത് പിന്നെ ക്ഷേത്രത്തിൽ ആദ്യ ഭാഷ മാത്രമായി പോവുകയും ചെയ്യും. അപ്പൊ ഇതായിരുന്നല്ലോ അങ്ങനെ. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ശാരദാദേവി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 912 നമ്മുടെ ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രമല്ല കേട്ടോ, ശാരദ മഠമാണ്, ക്ഷേത്രമല്ല. അവിടെ പ്രതിഷ്ഠിച്ച ദേവിയെ നമുക്ക് നോക്കാം. ശാരദാദേവി ഞാൻ പറഞ്ഞു, അറിവ് ആകാരം പൂണ്ട ദേവിയാണ്, അല്ലെങ്കിൽ പരബ്രഹ്മ സ്വരൂപിണിയാണ്, അല്ലെ? ജഗന്മാതാവാണ് ഒക്കെ പറഞ്ഞല്ലോ. ആ ദേവിയുടെ ആകൃതി ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പഞ്ചലോക വിഗ്രഹമാണെന്ന് പറഞ്ഞു. ആ ദേവിയുടെ ആദ്യം തൊട്ട് പറയാം. ദേവി ഇരിക്കുന്നത് വെള്ളത്താമരയിലാണ്. നമ്മുടെ വെള്ളത്താമര. അപ്പം അത് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു പോയില്ലേ? നല്ലത് 4 കൈകളുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പൊ സരസ്വതി ദേവി അല്ല ഇത്. പിന്നെ ആരാണ് ഈ ശാരദാദേവി എന്ന് പറയുന്നത്? പിന്നെ ലക്ഷ്മി ദേവി, പിന്നെ എന്താണ് കാളി ദേവി, സരസ്വതി ദേവി. ലക്ഷ്മി ദേവി, കാളി ദേവി, സരസ്വതി. 3 പേര് ഓർമ്മയില്ലേ? ഇപ്പോ ലക്ഷ്മി ദേവി, കാളി ദേവി, സരസ്വതി ദേവി. ഈ 3 ദേവതകളും സമന്വയിച്ച അല്ലെങ്കിൽ ഒന്നിൽ ലയിച്ചു ചേർന്ന മൂർത്തിയാണ് ആര്? ശാരദാദേവി. ഇത് കിട്ടിയെങ്കിൽ മറക്കൂല്ലോ, വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കോ? ഇവിടെ വരാത്തവർക്ക് പറഞ്ഞു കൊടുക്കോ? ഇല്ലയോ? ഇല്ല. ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, ഞാൻ ആർക്കും എന്താ ചെയ്യാന്ന് പറയില്ലേ? അതാണ് ആ മൂർത്തി രൂപം. അതാണ് ഇത്. ദേവി ഇരിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ അതിന് മുന്നേ ആ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ മഠത്തിന്റെ ഒരു വാക്ക് പറഞ്ഞ പിന്നെ അത് പിന്നെ മറന്നു പോകണ്ട പറഞ്ഞേക്കാം. അത് ഈ മഠം നേരിട്ട് കണ്ടവർ കൂട്ടത്തിലുണ്ടാവും, സുന്ദരേട്ടനെ കണ്ടിട്ടുണ്ടാവും. ആ മഠം അഷ്ടകോണാകൃതിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാ? അഷ്ടം 8 അല്ലേ? അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞാൽ അഷ്ടകോണിൽ ഉണ്ടാക്കിയിരിക്കുന്നില്ലേ? ഇങ്ങനെ 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 അല്ലേ? മനസ്സിലായോ? അതിന് ചിത്രമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ഗൂഗിളിൽ നോക്കി അപ്പൊ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് വീഡിയോകളുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കണ്ട, അത് തന്നെ നോക്കി മനസ്സിലാക്കാം. അപ്പൊ അഷ്ടകോണം എന്ന് പറഞ്ഞാൽ പിടി കിട്ടിയല്ലോ. ഈ അഷ്ടകോണാകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ വശത്തും ജനലുണ്ട്. ക്ഷേത്രത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ജനലുണ്ടോ? ഇല്ലല്ലോ. പിന്നെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ഗർഭഗ്രഹം ഉണ്ടല്ലോ, നമ്മുടെ ഈ ശ്രീകോവിലിന്റെ സ്ഥാനത്തുള്ള ഗർഭഗ്രഹത്തിന് മുന്നിൽ വാതിലുണ്ട്. ക്ഷേത്രത്തിലുണ്ടോ അങ്ങനെ? അതെന്തിനായിരിക്കും അറിയാമോ? നല്ല മനോഹരമായ ചിത്രം പതിച്ച ജനലുകളിൽ ഗ്ലാസുകൾ ഇട്ടിരിക്കുന്നത്. അത് കണ്ടിട്ടുണ്ടാവും ലക്ഷ്മി. അപ്പൊ മനസ്സിലായോ പറഞ്ഞത്? ഇനി നമുക്കൊന്ന് പോകാൻ തോന്നില്ലേ? ഇപ്പോ ഇങ്ങനെ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോ. സത്യം, നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, മരുത്തോമല കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. മരുത്തോമലയിൽ ഭഗവാൻ എങ്ങനെ അക്കാലത്ത് തമിഴ്നാട്ടിൽപ്പെട്ട മരുത്തോമല അങ്ങ് പശുവട്ടത്തിന്റെ ഏറ്റവും ഉയരങ്ങളിൽ അങ്ങ് കാടും മലയും പിടിച്ച് കിടക്കുന്നതിനിടയിൽ വലിയ കല്ലുകൾക്കിടയിൽ ഒരു മനുഷ്യൻ ഇറങ്ങാൻ പറ്റുമെന്ന് ഒരിക്കലും നമുക്ക് ഇറങ്ങാൻ പറ്റൂല. അതേസമയം നമ്മൾ ഇറങ്ങി അനുഭവം ചെയ്യാം. അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ രാജാവിന് ഇരിക്കുന്ന പോലെ ഒരു വീടുണ്ട്. ഇറങ്ങി കഴിഞ്ഞിട്ട് കയറി വരുന്നു. ഇതെങ്ങനെ ആ ഭഗവാന്റെ ദിവ്യ ദൃഷ്ടിയിൽ കണ്ടു എന്നാണ്. എങ്ങനെയാണ്? അന്ന് ഇന്നത്തെ ഈ ഗൂഗിളൊന്നും ഇല്ലല്ലോ.
അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സാക്ഷാൽ നാരായണമൂർത്തി തന്നെയാണ്. അല്ലേ? അപ്പൊ ഈ ഗുരു ആരാണ്? സാക്ഷാൽ അല്ലേ? ഗുരുദേവൻ എന്ന് പറയുന്നത് ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണെന്ന് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ബോധ്യമാകും. അതാണ് ഗുരു. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത് എന്തായാലും ആ ക്ഷേത്രത്തിലെ ഈ പറഞ്ഞതുപോലെ ഈ ഗുരുദേവന്റെ ക്ഷേത്രപ്രതിഷ്ഠയിലെ ക്ഷേത്രങ്ങളുടെ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഠമായാലും കാറ്റും വെളിച്ചവും കടക്കണം. ഒന്ന് പിടികിട്ടിയോ? രണ്ടാമത്തെ എന്താണ്? നല്ല വൃത്തിയുള്ളതായിരിക്കണം. അതാണ് ഉദ്ദേശം. അത് ഗുരു നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ. ക്ഷേത്രങ്ങളിൽ നല്ല കാറ്റും വെളിച്ചവും കടക്കുകയും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. കാരണം പഴയകാല ക്ഷേത്രങ്ങളൊക്കെ താഴ്ന്ന് കാറ്റും വെളിച്ചവും കടക്കാതെ ഒവ്വാലുകളും അതുപോലെ എണ്ണയൊക്കെ വീണ് വൃത്തികേടായി കിടക്കുന്നത് ശരിയല്ലല്ലോ. അത് ഗുരുവിന്റെ ഈ പറയുന്ന ക്ഷേത്ര രംഗത്തുള്ള പരിഷ്കരണത്തിന് ഭാഗമാണ്. അതങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വിഗ്രഹത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ്, വെള്ളത്താമരയിലാണ് ഇരിക്കുന്നത്. വെള്ളത്താമരയിൽ ഇരിക്കുന്ന ശാരദാദേവി ഫറോക്കിലുള്ള നിങ്ങളോടും തിരുവമ്പാടി അല്ലെങ്കിൽ മുക്കത്ത് താമസിക്കുന്നത് എന്നോടും എന്താ പറയുന്നത്? അഥവാ ലോക ജനതയോട് എന്താ പറയുന്നത്? മത ജാതി വ്യത്യാസമില്ലാത്ത മുഴുവൻ ആളുകളോടും വലിയ രണ്ട് കാര്യങ്ങൾ അതിനുണ്ട്. ഒരുപാട് സന്ദേശങ്ങൾ ഉണ്ടാവാം. അതിപ്പോ നിങ്ങൾ മോനമാഷൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വേറെ തത്വങ്ങൾ അങ്ങനെ നമുക്ക് ഏതൊന്നും തത്വങ്ങൾ കണ്ടുപിടിക്കാം. അല്ലെ സാറേ? നമ്മുടെ ഭാരത ദർശനം അല്ലെങ്കിൽ സനാതന ധർമ്മം അങ്ങനെയാണ്. ഒരാൾ കാണുന്ന പോലെയാണോ വേറൊരാൾ കാണുന്നത്? അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ തന്നിട്ടുണ്ട്. പക്ഷെ സതുദ്ദേശപരമായിരിക്കണം എങ്ങനെ വ്യാഖ്യാനിച്ചാലും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിരിക്കട്ടെ, രണ്ട് കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ പറയാം. ഒന്ന്, നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു സരസ്വതി ദേവി അല്ലെങ്കിൽ ശാരദാദേവിയെ പോലെ ഒരാൾക്ക് ഈ താമരയിൽ ഇരിക്കാൻ പറ്റും? താമരയ്ക്ക് എന്ത് ഇവിടെ എവിടെ താമര കൃഷിയുള്ള ഒരു കുടുംബമുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ, ക്ഷേത്രങ്ങളിലൊക്കെ കൊടുക്കുന്ന അല്ല, നമ്മുടെ ഇവിടെ ഉണ്ടെന്നേ. നിങ്ങളെയൊക്കെ ഒരു കൂട്ടുകാരനല്ലേ ഈ നമ്മുടെ ആക്കണോ ഏതൊരു പാത്രം എനിക്ക് അറിയാലോ. അത് നമ്മുടെ ഈ നേരത്തെ രസന്റെ പരിപാടിയൊക്കെ വന്നപ്പോൾ എനിക്കറിയാം. എനിക്ക് പേര് പറഞ്ഞു, ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് പറഞ്ഞു. ഉണ്ട്, ഒരാളുണ്ട് വിഷയം. അതുകൊട്ടെ, വിഷയം അതല്ല. അപ്പൊ ഒരു താമരയിൽ ഒരാൾക്കിരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും അല്ലേ? ഇവര് പറയട്ടെ, ഇവര് താമരയിൽ ഒരാൾക്കിരിക്കാൻ പറ്റുമോ? അതിനുള്ള എന്താണ് ശക്തി ഉണ്ട് താമരയുടെ ഇതുകൾക്ക്? എന്തായിരിക്കും മനസ്സിലായത്? ആരാണ് ഇരിക്കുന്നത്? സകല അറിവുകളുടെയും കലകളുടെയും ഉടമയല്ലേ? അല്ലേ സഹോദരി? സകല അറിവുകളുടെയും കലകളുടെയും അധിപതി ഇരിക്കുന്നത് എവിടെയാണ്? ദുർബലമായ താമരയിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നാം എത്രമാത്രം സമ്പത്തും ഐശ്വര്യവും അറിവും നേടുന്നുവോ അതനുസരിച്ച് നമുക്ക് വെയിറ്റ് ഉണ്ടാവരുതെന്ന്. അത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഈ വെയിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് തലക്കനം, അഹങ്കാരം. അഹങ്കാരം എന്ന് പറയുന്നത് പരാജയത്തിലേക്കുള്ള ഏറ്റവും നല്ല കുറുക്ക് വഴിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എലിക്ക് എഴുതി വെച്ചു. ഇത്തിരി അഹങ്കാരം കുറഞ്ഞോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? സമ്മതിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയണം. തർക്കട്ടെ പറയാലോ. സത്യമാണോ? അപ്പൊ ആ ദേവി സരസ്വതി ദേവി ആയാലും ശാരദാദേവി ആയിരുന്നാലും ആ താമരയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന ദർശനം എന്താണ്? ജീവിതത്തിലെ അടിസ്ഥാന പ്രധാനമായ ഒരു എന്താണ് പറയാ ദർശനമാണ് പറയുന്നത്. അതിന് ഈശ്വരനിലേക്കുള്ള വഴിയുമാണ്. അഹങ്കാരമുള്ള മനസ്സിൽ ദൈവം വരുമോ? അപ്പൊ എന്താ ഒന്നാമത്തെ പോയിന്റ്? ഇത് താമര ഇതിൽ ഇരിക്കുന്നതിന്റെ അർത്ഥം ദേവിക്ക് ഭാരമില്ല എന്നാണ്. ആരായിരിക്കുന്ന ദേവി? സകല അറിവുകളുടെയും കലകളുടെയും അധിപതി. അപ്പൊ സകല കലകളുടെയും അറിവുകളുടെയും അധിപതി താമരയിൽ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദേവിക്ക് വെയിറ്റ് ഇല്ല എന്നാണ്. അപ്പോൾ മനുഷ്യൻ എന്താണ് പഠിക്കേണ്ടത്? നമുക്ക് എത്രമാത്രം അറിവും സമ്പത്തും ഒക്കെ വർദ്ധിക്കുന്നുവോ നമ്മൾ അതനുസരിച്ച് എളിമയുള്ളവരായിരിക്കണം. തലക്കനമുള്ളവരായിരിക്കരുത്. തല ഇങ്ങനെ കുടിയണം, ഇങ്ങനെയല്ല. മനസ്സിലായി? ശരിയോ തെറ്റോ? ഒക്കെ മനസ്സിൽ എഴുതി വെക്കുന്നില്ലേ? ഓക്കെ ആണോ? ഇനി മർദ്ദവ സാധുവിന്റെ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് തന്നെ ഒരു ബുക്ക് എടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ സാറിനെ കുറിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? വേറെ പറഞ്ഞു കൊടുക്കാനോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? അത് ഞാൻ മാത്രം പറഞ്ഞാൽ മതി. ഞാനിതുപോലെ പറഞ്ഞു കേട്ടതോ വായിച്ചതല്ലേ? സാർ നേരത്തെ കണ്ടില്ലേ പറഞ്ഞു? അതുപോലെ തന്നെ അങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അറിയാത്തവർക്ക് കിട്ടുന്നത്. അല്ല ഞാൻ മാത്രം പറഞ്ഞാൽ മതി വിചാരിക്കും. അവിടെ അപ്പൊ ഇത് മനസ്സിലായോ? അപ്പൊ താമരയിൽ ഇരിക്കുന്നതിന് ഒന്ന് മനസ്സിലായല്ലോ. ഒന്നെന്താണ്? നമ്മൾ എപ്പോഴും എളിമയുള്ളവരായിരിക്കണം. അഹങ്കാരം പാടില്ല, തലക്കനം പാടില്ല എന്ന് പറഞ്ഞു. അഹങ്കാരം ആപത്തിലേക്കുള്ളതാണെന്ന് പറഞ്ഞു. അതൊരു പ്രധാന കാര്യമല്ലേ? അടുത്ത എന്താ പറയാ? വെള്ള താമര എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയുടെ പ്രതീകമാണ്. ശരിയോ തെറ്റോ? അഴകൊഴുകുവതല്ലോ ചണ്ടു ചൂടുന്നും സരോജം മിഴിവിന് കഴിവുണ്ടോ തിങ്കളിൻ അംഗമാർന്നും. കുട്ടി പഠിച്ചിട്ടുണ്ടോ? അത് സ്കൂളിൽ പോയില്ലേ? അത് പഠിപ്പിച്ച് അന്ന് പോയില്ലാന്ന് ഞാൻ മലയാളത്തിൽ ഉണ്ടായിരുന്നു ഏതൊരു ക്ലാസ്സിൽ ഇല്ലേ? ഞാൻ പഠിക്കുന്ന സമയത്ത് അത് അഴകൊഴുകുവതല്ലോ ചണ്ടു ചൂടുന്നും സരോജം. ഇതാണ് എന്താ? കൈ കഴിക്കുന്നതിനോട് വെക്കാട്ടോ ഭാവത്തിന്. മനസ്സിലായ? താമര എവിടെ നിൽക്കുന്നത്? ചെളിയിലല്ലേ? നിങ്ങൾ താമരയിൽ എപ്പോഴെങ്കിലും ചെളി കണ്ടിട്ടുണ്ടോ? അതൊരു വലിയ സന്ദേശം. താമരയുടെ വേറെ ഉണ്ട്. എന്താ പറയുക? നമ്മൾ ആരുടെ കൂടെ താമസിക്കും? എല്ലാവർക്കും അങ്ങനെ ആവണം, ഞാനും അങ്ങനെ. അത് പറയുന്നത് ശരിയാണോ? അവരെങ്ങനെയാണോ നോക്കിയിട്ടാണ് നാം നമ്മുടെ ശുദ്ധി കത്ത് സൂക്ഷിക്കട്ടെ. അത് വേറെ ആശയം, ഇതല്ല. അപ്പൊ താമര എന്താ സൂചിപ്പിക്കുന്നത്? വെള്ളത്താമര പുണ്ടരീകം എന്താ കാണിക്കുന്നത്? പരിശുദ്ധിയുടെ പ്രതീകമാണ്. ആ പരിശുദ്ധിയുടെ പ്രതീകത്തിൽ ആരായിരിക്കുന്നത്?
ദേവിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈശ്വരൻ അഥവാ ദേവി എവിടെ ഇരിക്കുക? പരിശുദ്ധി ഉള്ളിടത്തല്ലേ. അപ്പൊ എന്താണ്? നമ്മുടെ മനസ്സ് പരിശുദ്ധി നിറഞ്ഞ പുണ്ടരീകമാണെങ്കിൽ, മനുഷ്യന്റെ പരിശുദ്ധി നിറഞ്ഞ നിർമ്മലമായ പുണ്ടരീകത്തിലാണ് ആരിയിരിക്കുക? ദേവി ഇരിക്കുക. അപ്പൊ ഈശ്വരൻ എവിടെയാ വസിക്കുക? പരിശുദ്ധമായ ഹൃദയത്തിൽ അഥവാ ഭക്തന്റെ നിർമ്മലമായ പുണ്ടരീകത്തിൽ. ശരിയോ തെറ്റോ? അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കണം? ഏറ്റവും പരിശുദ്ധമായിരിക്കണമെന്ന് സാരം. അതാണ് ത്രികരണ ശുദ്ധി എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊന്ന് നേരിട്ടൊന്ന് ആലോചിച്ചെങ്കിൽ, നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നല്ല ചിന്ത വരുമോ? ഇല്ലേ? നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്യുമോ? നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നല്ല വാക്കേ വരത്തുള്ളല്ലോ. അപ്പം നല്ല മനസ്സിൽ നിന്ന് അല്ലേ, അതാണ് അപ്പോൾ ത്രികരണ ശുദ്ധി എന്ന് പറഞ്ഞതാണ്. എന്താണ്? ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുക നാം. ഏറ്റവും നല്ല ഭക്തന്റെ നിർവചനം അതാണ്. എന്താണിത്? ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുക നാം. പഠിച്ചോ? അത് പഠിച്ചില്ലേ? എന്നാ ശരി. അപ്പൊ എന്തൊക്കെയാ വേണ്ടത്? ചിന്തയും കർമ്മവും വാക്കും. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിച്ചോട്ടെ. നോക്കാം, കുറച്ച് കഴിഞ്ഞാൽ അറിയാലേ. എല്ലാവരും അതിൽ അവസാനം ഒരു ഓർമ്മ ചെയ്യാനായി ചേരുന്ന ഒരു ഉദാഹരണം പറയുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതായിക്കോട്ടെ. അപ്പൊ ഈ സംഗതി മനസ്സിലായോ? അപ്പൊ എന്താണ് ശാരദാദേവി വെള്ളത്താമരയിൽ ഇരുന്ന് ഇവിടെ പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നമുക്ക് ഈശ്വരനിലേക്കുള്ള വഴി പരിശുദ്ധി നിറഞ്ഞ മനസ്സാണെന്നല്ലേ? ഓക്കെ ആണോ? അത് സംബന്ധിച്ചല്ലേ? അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ വെള്ളത്താമരയിൽ ഇരുന്നുകൊണ്ട് ദേവി ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് പിന്നെ ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളിലും ഹൃദയത്തിൽ വസിക്കുന്നത് കൃഷ്ണൻ പഠിപ്പിച്ചു തുടങ്ങിയ ഗീതയിലും അതുപോലെ തന്നെ ഭാഗവതത്തിലൊന്നും നമുക്കിപ്പോ പറയാൻ സമയമാണ്. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ആ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ സ്വാമി? കുഴപ്പമില്ല, അങ്ങനെയാണ് നോക്കാം. നിങ്ങൾക്ക് എത്ര ശരീരമുണ്ട്? കേട്ടോ? വെറുതെയല്ല, ഇതിന്റെ ഭാഗമായിരിക്കുന്നവരല്ലേ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എളുപ്പമുണ്ട് പറയാൻ. സഹോദര, നമുക്ക് എത്ര ശരീരമുണ്ട്? കുഴപ്പമില്ല, ഞാൻ വെറുതെ ചോദിക്കാൻ മനസ്സിലായില്ലേ? മോശക്കാലത്ത് ചിന്തിക്കല്ലേ എന്റെ ദൈവമേ. എന്റെ രീതി അങ്ങനെയാ. നമ്മള് ചോദ്യം പറഞ്ഞു പോകാനാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കുറിച്ച് എന്നെ പോലെ അറിയില്ലെന്നും ഞാനെല്ലാം അറിയുന്ന ആളെന്നും വിചാരിക്കരുത്. ഞാൻ നിങ്ങളെ കുറിച്ച് സാധാ മനുഷ്യർക്ക് പറയാനായിട്ട് അറിയാം. ഞാൻ കുറെയൊക്കെ വായിച്ചു പഠിച്ചും കേട്ടതുപോലെ തന്നെ പറയുന്നു. ദൈവാനുഗ്രഹങ്ങളും ഗുരുവിനനുഗ്രഹങ്ങളും പറയുമ്പോഴൊക്കെ ഓർമ്മ വരുന്നില്ല. അപ്പൊ നമുക്ക് അറിയാമെങ്കിൽ എപ്പോഴത്തേക്കും പറയുന്നിടത്ത് കിട്ടാണ്ട് പോയി. എന്തോ ഭാഗ്യത്തിന് പറയാൻ സാധിക്കുന്നതല്ലേ? അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ വ്യത്യാസം നിങ്ങളൊക്കെ ഇല്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. 2 ശരീരമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സൂക്ഷിച്ചേക്ക്. നിങ്ങൾക്കറിയാമായിരുന്നു അതിനെ പറ്റി. ഇല്ലെങ്കിൽ എന്ന് പറയണ്ടോ? ഇടയ്ക്ക് സത്യം പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ പറയാൻ വേണ്ടിട്ടാ. അത് നാക്കേണ്ടത്. സഹോദരി, അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറിയത്തില്ലെങ്കിൽ പറയാമോ? അല്ല, 2 ശരീരമുണ്ട്. ഒന്ന് അദ്ദേഹം പറഞ്ഞു, ഒന്ന് സ്ഥൂല ശരീരം, മറ്റൊന്ന് സൂക്ഷ്മ ശരീരം. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? ചുരുക്കി പറയാം അല്ലേ? ഇവിടെ ആവശ്യമുള്ളവരോട് മാത്രം പറയാട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് അറിയുന്നത് ചിലപ്പോൾ പറയാമല്ലേ സാറേ? അറിയുന്നതാണ്. മാത്രമല്ല ഇവിടെ ഒരു ആവശ്യമുണ്ട്. അപ്പൊ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ നിങ്ങളെ, അത് വേറെ പറഞ്ഞല്ലേ? ഞാൻ നിങ്ങളെ കാണുന്ന പോലെ അല്ല, അവർ എന്നെ കാണുന്ന പോലെ നിങ്ങളെ കാണുന്നു, നിങ്ങൾ കാണുന്ന പോലെ അങ്ങനെ കാണുന്നു, ഇങ്ങനെ കാണുന്നു. അത് കേട്ടിട്ടുണ്ടോ? പക്ഷെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ നല്ലൊരു പ്രഭാഷകനില്ലേ അദ്ദേഹത്തിന്. എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ശൈലിയൊക്കെ. അല്ല അവിടെ പിന്നെ നമുക്ക് പേര് ഓർക്കും പറയാം. ചില പേര് പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ അവർക്കൊക്കെ അറിയില്ല. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? സ്ഥൂല ശരീരം മനസ്സിലായോ? ഇതാണ് ഈ കാണുന്നത്. ഇത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അതറിയാത്തവരില്ലെന്ന് ഞാൻ വിചാരിച്ചാൽ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്നൻ പിണ്ടത്തിനന്ന് അമൃത് നൽകി വളർത്ത ശംഭോ. പിണ്ടനന്ദി എന്ന് പറയുന്ന ഗുരുദേവന്റെ കൃതിയ. അതായത് നമ്മളൊക്കെ ജനിച്ചിങ്ങനെ ജീവിക്കുമ്പോ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ജീവൻ തന്ന ആ ഈശ്വരനോട് നന്ദി ഉണ്ടാവണ്ടേ? അതിന് എഴുതിയതാണ് പിണ്ടനന്ദിയിലെ 2ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. അതിൽ ഇവിടെ പറയാൻ കാരണം ഇത്രേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ളത് ഏതൊക്കെയാണെന്നാണ്? മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിട്ടെരിയും കൊളുത്തി. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും. പറഞ്ഞോളൂ. നിങ്ങറിയാലോ, മണ്ണ് ഭൂമി അല്ലെ? ജലം ജലം തന്നെ. അമ്പരം ആകാശം, കാറ്റ് വായു, പിന്നെ എന്താണ്? അഗ്നി. അപ്പം 5 വസ്തുക്കളല്ലേ ഈ പറയുന്ന പഞ്ചഭൂതങ്ങൾ. പ്രപഞ്ചം തന്നെ അതാണല്ലോ. അത് വിശദീകരിക്കണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ ഇത് പഠിച്ച ആൾക്കാരല്ലേ? അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ നിർമ്മിതമാണ്. അത് അതിന്റെ കൃത്യമായ അനുപാതമുണ്ട്.
നമ്മള് അമ്മയുടെ ഉദരത്തിലേക്ക് ഭഗവാൻ അത് എന്ത് ചെയ്യുന്നുണ്ട്? അനുവാദം കൂടി പറയാൻ പറ്റൂല. കൃത്യമായ അനുവാദത്തിൽ ഓരോരുത്തർക്കും ചെറിയ വ്യത്യാസം ഉണ്ടാവുന്ന പറഞ്ഞു. ആ അനുവാദം കൃത്യമായി എന്നിട്ട് ജീവനാകുന്ന തീയും കൊടുത്തി, ശരിയല്ലേ? അതല്ലേ ആ ഈശ്വര ചൈതന്യവും കൊടുത്തി നമ്മൾ പുറത്തേക്ക് വരുന്നതാണ് ആ മനുഷ്യൻ. അതാണ് അപ്പൊ പഞ്ചഭൂതങ്ങളെ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. അതാണ് സ്ഥൂല ശരീരം. സ്ഥൂലം എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൂക്ഷ്മം എന്നാണ്. സൂക്ഷ്മം അറിയാമോ? മൈക്രോസ്കോപ്പ് അറിയാമോ? ആ പിന്നെ അത് തന്നെ. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മം. പിടികിട്ടിയില്ല, വളരെ ചെറുത്. അതിന്റെ വലുതെന്താണ്? സ്ഥൂല, മാക്രോ. അതാണ് ഏകദേശം കിട്ടി. ഇതിന്റെ അടുത്തത് വേറെ ശരീരം കൂടെ ഉണ്ട്. 8 വസ്തുക്കളാണ് പ്രധാനമായിട്ട് ശരീരത്തിലുള്ളത്. അത് സൂക്ഷ്മ ശരീരം അദ്ദേഹം പറഞ്ഞതല്ലേ. അതിനകത്ത് ഏതൊക്കെയാ സഹോദര? ബുദ്ധി, അഹങ്കാരം, മനസ്സ്, അല്ലെ? ബുദ്ധി, മനസ്സ്, അഹങ്കാരം. കിട്ടിയോ? ബുദ്ധി, മനസ്സ്, അഹങ്കാരം എന്നിവ സൂക്ഷ്മ ശരീരമുണ്ട്. എന്റെ ഉള്ളിലൊരു ശരീരമുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി കാണാൻ പറ്റുമോ? എന്ന് കണ്ടിട്ടുണ്ടോ? അഹങ്കാരം വേണേ കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് അത് വേണ്ട, ആ അഹങ്കാരമല്ല. പിന്നെ ഏതാണ്? മനസ്സ് കാണിക്കാൻ പറ്റുമോ? തന്നതില്ലവരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ എന്ന ആശാനോട് പാടിയില്ലേ? അപ്പൊ ഇത് മൂന്ന് കാണാൻ പറ്റില്ലല്ലോ. ആ സൂക്ഷ്മ ശരീരമാണ്. ആ സൂക്ഷ്മ ശരീരവും ഒക്കെ ബന്ധപ്പെട്ടാണ് ഷടാധാര ചക്രങ്ങൾ, ഷടാധാര ക്ഷേത്ര പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ടല്ലോ. അത് നമുക്ക് തൽക്കാലം നമ്മുടെ ഈ സമയത്ത് എടുക്കാനുള്ള സമയമില്ലല്ലോ. അതല്ല നമ്മുടെ വിഷയം. അത് നിങ്ങളുടെ അപ്പൊ ഈ ഇതുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം, അതെന്തായിരുന്നു ചോദ്യം? ആ, പല്ലുവേദന വന്നിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തായി കേട്ടിട്ടുണ്ടോ? പറമ്പിലും കണ്ണുവേദനയായിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? കുട്ടി നോക്കിയാലോ അല്ലേ? എനിക്കധികം പ്രായമൊന്നുമില്ല, സത്യം. 10 കൊല്ലം മുമ്പ് 53. പിന്നെ കുട്ടി നോക്കില്ലേ? ഞാൻ അതുകൊണ്ട് വ്യത്യാസം. ഓക്കെ, റെഡിയാണോ? ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്തൊക്കെ പറഞ്ഞത് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കട്ടെ. ഞാൻ വേറെ എന്താ പറഞ്ഞു മറന്നു. എന്താ പറഞ്ഞത്? പല്ലുവേദന വന്നിട്ടോ, ചെവിവേദന വന്നിട്ടോ, മൂക്കുവേദന വന്നിട്ടോ ആരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? മനഃപ്രയാസം കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു, ശരിയാണോ? ഉണ്ടോ ഇല്ലയോ? ആ പറയുന്ന സഹോദര ഇങ്ങോട്ട് ഒന്നുമില്ല, നമുക്ക് ഇടയ്ക്ക് വർത്താൻ പറയാം. എന്താ പറഞ്ഞത്? മനഃപ്രയാസം കൊണ്ട് ആത്മഹത്യ ചെയ്യുമോ? ചെയ്യും. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം പിന്നെയും കുറെ വേദന എല്ലാം സഹിക്കും. പക്ഷെ അതും കൂടി സഹിക്കാത്തതാണ് അതില് മനസ്സ്, ശരിയാണോ? അപ്പൊ മനസ്സാണോ പ്രധാനം, ശരീരമാണോ പ്രധാനം? ശരീരം പ്രധാനം അല്ലെന്നല്ല, പക്ഷെ അതിനേക്കാളും പ്രധാനം ഏതാണ്? മനസ്സല്ലേ? അത് ശരിയാണ്. അപ്പൊ നിങ്ങൾ രാവിലെ ഇന്ന് 2 പ്രാവശ്യം കുളിച്ചില്ലേ? പൗഡർ ഇട്ടില്ലേ? കുറുന്നിട്ടില്ലേ? നല്ല ഡ്രസ്സ് എടുത്തിട്ടില്ലേ? ഇല്ലേ? പക്ഷെ നമ്മുടെ മനസ്സിനെ കുളിപ്പിക്കണ്ടേ? ശരീരം പ്രത്യേകം സൂക്ഷിച്ചാൽ മാത്രം മതിയോ? ഇതെന്ത് വേണോ? മനസ്സിനെയും ശുദ്ധമാക്കണം. ശരിയോ തെറ്റോ? ശരിയാണ്. അപ്പൊ മനസ്സിനെ ശുദ്ധമാക്കണം. നമ്മൾ പറഞ്ഞൊന്നും അവിടെ അല്ലേ ഇപ്പൊ നിൽക്കുന്നത്. നേരത്തെ എന്താ പറഞ്ഞിരുന്നത്? ആ വെള്ളത്താമര ഓർമ്മയില്ലേ? മനസ്സ് ശുദ്ധമാകണ്ടേ? ആ മനസ്സിനെ ശുദ്ധീകരിക്കണം. അതാണ് കാര്യം. ആ മനസ്സിനെ ശുദ്ധമാക്കുമ്പോഴാണ് നിർമ്മലമായ മനസ്സിൽ നിന്നാണ് നല്ല ചിന്തം, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, അവിടേക്കാണ് ദൈവം കടന്നു വരിക. നമ്മുടെ ആ പരിശുദ്ധമായ മനസ്സാകുന്ന പുണ്ഡരീകത്തിൽ ഭഗവാൻ വസിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈശ്വരാഗ്രഹം കിട്ടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെയാണ് കാര്യം. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് 4 യുഗങ്ങളല്ലേ സഹോദരിയുള്ളത്, അല്ലെ? ഒന്നാമത്തെ യുഗത്തിന് പേര് ഞാൻ പറയട്ടെ, ഹൃദയുഗം. രണ്ടാമത്തേത് കുട്ടി പറയും ത്രേതായുഗം. അതെല്ലാവർക്കും അറിയാലോ. ത്രേതായുഗം ചോദിക്കുന്നതാണ് കേട്ടോ, നമ്മൾ പറഞ്ഞിരിക്കാൻ. അപ്പം ഹൃദയയുഗം അല്ലെങ്കിൽ സത്യയുഗം, പിന്നെ ത്രേതായുഗം, പിന്നെ ഇതാണ് ദ്വാപരയുഗം, ഇപ്പോഴത്തേത് കലിയുഗം. ഇതിൽ ഉള്ള പ്രത്യേകത ഒരുപാട് അതിൽ പറയാനുണ്ട് കേട്ടോ. ആദ്യത്തെ ഹൃദയുഗം എന്ന് പറഞ്ഞാൽ കൃത എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 4 അവതാരം ഉണ്ടെന്നായിരിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ പറയാം, എനിക്ക് പോലും അറിയാം. കേൾക്കണം? മത്സ്യകുറം വരാൻ നരസിംഹം നിങ്ങൾക്ക് അറിയില്ലല്ലോ. അല്ല, ആദ്യത്തെ യുഗത്തിൽ അത് ഇവർക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തത്. മനസ്സിലായോ? ഇനി അങ്ങനെ ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഏത്? ഒന്നാമത്തെ യുഗത്തിൽ 4 അവതാരമായിരുന്നു എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ശ്രദ്ധിച്ചില്ലേ? നമ്മൾക്ക് എല്ലാ പകരം നോക്കി വെക്കുന്നില്ലല്ലോ. നമ്മുടെ പണി അതല്ലല്ലോ. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒന്നും തെറ്റല്ല കേട്ടോ. 4 അവതാരങ്ങളായിട്ടോ. അത് ഈ കൃത എന്ന് പറഞ്ഞാൽ 4, 4 എന്നൊരു അർത്ഥമുണ്ട്. പിന്നെ അപ്പൊ ത്രേതായുഗത്തിൽ 3 അല്ലേ ഉണ്ടാവുന്നത്? അപ്പൊ ഈ ബ്രിട്ടീഷുകാരെ നമ്മുടെ 3 കട്ടെടുത്താണ്. ശരിയാണ്. അതേതൊക്കെയാ 3 അത് ഞാൻ പറയില്ല, നിങ്ങൾ പറയണം. വല്ല പിന്നെ എന്നെ കൊണ്ട് തന്നെ പറയുന്നുണ്ട്. വല്ല കാര്യം 3 പറയും. നരസിംഹം കഴിഞ്ഞിട്ട് വാമനൻ, 2 രാമന്മാരില്ലേ? 2 രാമൻ. ആ മഴയായിട്ട് വന്നതായി പരശുരാമൻ, ശ്രീരാമൻ. ഇപ്പൊ കിട്ടിയല്ലോ. അല്ല സാർ, അത് അർത്ഥമില്ല. ദ്വാപരയുഗം, ദ്വാപരൻ 2, ദ്വാ 2. അതാരൊക്കെയാ? 2. 1 ബലരാമനും കൃഷ്ണനും. ഓക്കെ അല്ലേ? ഇപ്പൊ സംബന്ധിച്ചല്ലോ. ഇനി വരും കേട്ടോ ഒന്നും കൂടി കൽക്കി.
അത് കൽക്കി വരും. പക്ഷെ ഈ 4ാമത്തെ യുഗം കൊണ്ട് ലോകം അവസാനിക്കല്ല കേട്ടോ. നമ്മുടെ പിന്നെ വേദങ്ങളിലും അതുപോലെ തന്നെ ഭഗവത്ഗീത എന്താണ് ശ്രീമദ് ഭാഗവതത്തിലും ഒക്കെ കൃത്യമായി പറയുന്നുണ്ട് വീണ്ടും സത്യയുഗം വരികയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്നാമത് നമ്മൾ പറഞ്ഞ കൃതയുഗത്തിൽ സത്യയുഗത്തിൽ 2 ഗ്രഹങ്ങളിലായിരുന്നു ദേവന്മാരും അസുരന്മാരും വസിച്ചിരുന്നത്. 2 ഗ്രഹങ്ങളിൽ ദേവന്മാരും അസുരന്മാരും. സഹോദരി കേട്ടോ, ഒന്ന് ഏതാണെന്നറിയാമോ? സ്വർഗം. മറ്റൊന്ന് നരകം. നരകത്തിൽ അസുരന്മാരും സ്വർഗത്തിൽ പിടികിട്ടിയല്ലോ. ഇനി ത്രേതായുഗത്തിൽ 2 രാജ്യങ്ങളായി മാറി. ദേവന്മാർക്ക് 1 രാജ്യം, ആദ്യം 2 ഗ്രഹം, ഇത് പിന്നെ കുറച്ചുകൂടെ അടുത്തു 2 രാജ്യങ്ങൾ. ഏതാണ്? ഒന്ന് ഏത് രാജ്യത്തായിരുന്നു ത്രേതായുഗത്തില്? ഒന്ന് നമ്മുടെ അയോധ്യ. അയോധ്യയിൽ ദേവന്മാര്, അസുരന്മാരിൽ ലങ്കയില്. ഓക്കെ ആണോ? ഓക്കെ. ഇനി ദ്വാപര യുഗത്തിൽ അത് 2 കുടുംബമായി മാറി. അത് നിങ്ങൾ പറയണം. ഇവര് പറയണം, അവര് മിണ്ടാണ്ടിരിക്കുക. പറയും അതേതാ 2 കുടുംബം? പറയുന്നത് നിങ്ങൾക്കറിയില്ല, അറിയാലോ. പാണ്ഡവരും പാണ്ഡവരുടെ എന്ന് പറയുന്നത് ദേവന്മാരായിട്ട് കൂട്ടാം, മറ്റൊരു അസുരന്മാരായിട്ടും. അങ്ങനെ സ്വഭാവത്തിലായിട്ട് വരുന്നത് അതാണ്. ഇനിയാണ് പ്രശ്നം. കലിയുഗം വന്നപ്പോ 2 ഒരാളിലായി. ദേവനും അസുരനും തന്നെ ഉണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ ദേവന്മാരാണ്. രാത്രി 9 മണിക്ക് വീട്ടിൽ വന്ന് നോക്കിയാൽ അറിയാം. ഇല്ലേ? എന്തെങ്കിലും ഒരു കറിക്ക് ഉപ്പ് കൂടി പോയാലേ ശരിയല്ലേ? ശരിയല്ലേ? സംബന്ധിച്ചല്ലോ. ഇപ്പോഴത്തെ കലിയുഗത്തിലേക്ക് ഒരു പ്രത്യേകത എന്താണ്? ഒരേ മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണ് ദേവനും അസുരനും ഉള്ളത്, അല്ലെ? നിങ്ങൾ ഇത്രയും ആദ്യമേ കാര്യങ്ങളിൽ എന്താ കൂടുതൽ എന്നെക്കാളും അറിവുള്ളവരാണ്. ഒരു വിശദീകരണവും ഉപകഥകൾ ഞാൻ സാധാരണ പറയുമ്പോൾ കഥ പറയും. കാരണം എന്താ, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നല്ലതാണ്. അത് ചേരുന്ന കഥ. അത് പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. സമയത്തിന്റെ നമ്മൾ നോക്കട്ടെ. അപ്പൊ ഇതാണ് സംഗതി. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ഏറ്റവും ഒരു പ്രത്യേകത, നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ദേവനും ഉണ്ട്, അസുരനും ഉണ്ട്. ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് ചെന്ന് 2 പേരും ഇരിപ്പെടുന്ന വിചാരിക്കാം. അപ്പൊ വൈകിട്ട് ഭക്ഷണം എടുത്ത് നോക്കുമ്പോൾ തണുത്തു പോയെന്നോ മറ്റേന്തോ കുറ്റം പറയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും ഈ അസുരൻ ഇങ്ങനെ കൊമ്പൊക്കെ ആയിട്ട് പുറത്തെയാണ്, മുഖമൊക്കെ ചുമന്നു. പൊടിയുടെ കണ്ടിട്ടില്ലേ പണ്ടത്തെ കാലത്ത്? രാവിലെ നല്ല അല്ലെ, രാവിലെ കുളിച്ച് വൃത്തിയായി പോയാൽ രാത്രി വരുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും? അസുരനായിട്ട് പിടികിട്ടിയല്ലോ. മറ്റു വിശദീകരണം ബാക്കി നിങ്ങൾക്ക് വിട്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിനുള്ള മരുന്നാണ് വരുന്നത്. അതിലേക്ക് വരുന്നത് നമ്മള്. അത് തന്നെയാണ് ഇതിന്റെ ഉത്തരം. അതിലാണ് സർ വേദങ്ങളും അതുപോലെ തന്നെ പുരാണങ്ങളും ഉപപുരാണങ്ങളും ഇതിഹാസങ്ങളും രാമായണമൊക്കെ വാൽമീകി കുത്തിരുന്ന് എഴുതാൻ അറിയാമോ? ഈ കലിയുഗത്തിൽ നമ്മുടെ ഉള്ളിലെ അസുരനെ ഉറക്കിയിട്ട് ദേവനെ പുറത്തിയടിക്കാനാണ്. അതിന് ഉദാഹരണം പറയാം. അതിനെ സംഭവിച്ച് വളരെ ശരിയായ ചോദ്യം. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. എന്തൊരു വലിയ ദർശനമാണ് നമ്മുടെ ഈ സനാതന ധർമ്മം മുന്നോട്ട് വെക്കുന്നത്. ലോകത്തിൽ ആർക്കും ഇല്ലാത്തോ നമ്മള് അത്ഭുതമാണിത്. പക്ഷെ അത് നമുക്കൊക്കെ പറഞ്ഞതുപോലെ മനസ്സിലാക്കാനുള്ള സാധ്യതകളൊക്കെ ഇല്ലാണ്ട് പോയത് ആണെന്നുള്ളതുകൊണ്ടാണ് നിർഭാഗ്യം. അതിനാണ് വേറെ പലതും നല്ലതെന്ന് പറഞ്ഞ് നടക്കുന്നത്. അതെന്തട്ടെ. അപ്പൊ ഇതാണ് മനസ്സിലായാലും ഇതിന്റെ അവസ്ഥ. അപ്പൊ ഇതിന് എന്താ വഴി? അതിനുള്ള വഴിയാണ് ശാരദാദേവി പറഞ്ഞു തരുന്നത്. ഓക്കെ ആണോ? അതിനുള്ള വഴി എന്താണ്? ഇപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഈ മനസ്സിന്റെ അകത്ത് ആരെ ഉറക്കണം അല്ലെങ്കിൽ പുറത്തിയടിക്കണം? അസുരനെ പുറത്തിയടിക്കണം, ദേവനെ ഉണർത്തണം. അതല്ലേ? അതാണ്. അതിനുള്ള വഴിയാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു വന്ന ശാരദാദേവിയുടെ സമയത്തിന് ചോദിച്ചു കേട്ടോ. എത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയാവുന്ന ശരി പറയുന്നത് പറയണേ. അപ്പൊ നിങ്ങളിവിടെ അടുത്തുള്ള ആളുകളല്ലേ? ആണോ? അപ്പൊ ഞാൻ ദൂരെന്നല്ല, നിങ്ങളെന്നെ കൊണ്ടുപോയിട്ടാൽ മതി, പ്രശ്നമില്ല. നിങ്ങൾക്ക് കൊണ്ടുതന്നെയല്ലേ? ഏതായാലും ഒന്നും പലപ്പോഴും കൂടിയല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതെന്ന് ഓർമ്മയില്ല, മനസ്സ് ശുദ്ധീകരിക്കുന്ന കാര്യം പറഞ്ഞ ഓർമ്മയില്ലേ? അതാണ് അതിന്റെ അടിസ്ഥാനം. മനസ്സ് ശുദ്ധമാണെങ്കിൽ അവിടെ ആരുണ്ടാവും? ദൈവം ഉണ്ടാവും. ദൈവാനുഗ്രഹം കിട്ടും, നമുക്ക് മോക്ഷവും കിട്ടും എന്ന് പറഞ്ഞു. ജീവിതത്തിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ഗദ്യപ്രാർത്ഥന ഉണ്ട്. ഈ ലോക ജീവിതം കഷ്ടപ്പാട് കൂടാതെയും സുന്ദരമായിട്ട് നന്നായി പോകണം. ജീവിതത്തിന്റെ അവസാനം ആ ഈശ്വരന്റെ പരമപാദത്തിൽ നമുക്ക് വിലയെ പ്രാപിക്കണം, അല്ലെ? മോശം കിട്ടണം. അപ്പൊ ഇതിന് ഒന്നാമത്തെ കാര്യം അതിനുള്ള ചൂണ്ടുവലയാണ് ഇനി നമ്മൾ പറഞ്ഞ ശാരദാദേവിയിലാണ് നിൽക്കുന്നത്. ആ ശിബിരിയുടെ പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. പിന്നെ